ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്നത്തെ യാത്ര തിരുമലൈ കോവിലിലാണ്. തെങ്കാശി ചെങ്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന തിരുമലൈ കോവിലിലേക്കാണ്. ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് ഞാൻ യാത്ര ആരംഭിച്ചത്. ഞാൻ എൻ്റെ ബൈക്കിലാണ്. നമുക്കിപ്പോൾ ഇവിടുന്നൊരു 77 കിലോമീറ്ററാണ് കൊട്ടാരക്കരയിൽ നിന്ന് തിരുമലൈ കോവിൽ വരെയുള്ള ദൂരം എന്ന് പറയുന്നത്. കുറച്ച് തെന്മല, ആര്യങ്കാവ്, ചെങ്കോട്ട ആ റൂട്ടിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്ത് ഈ ഒരു കോവിലിലേക്ക് വരേണ്ടത്. അപ്പം 77 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മളിപ്പം നേരെ തെങ്കാശി പോകരുത്, ചെങ്കോട്ടയിൽ ചെല്ലുക. ചെങ്കോട്ടയിൽ നിന്ന് നമ്മൾ നേരെ തിരുമലൈ കോവിലോട്ട് പോകും. അവിടെ നിന്ന് ഒരു 11 കിലോമീറ്ററാണ് യാത്ര ചെയ്യേണ്ടത്. ബൈക്കിൽ പോകേണ്ടവർ ചെങ്കോട്ടയിൽ നിന്ന് തിരിഞ്ഞ് വേണം പോകാൻ. അവിടെ പോലീസ് സ്റ്റേഷനുണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് എടുത്ത് തിരിയുക. നേരെ ഒരു റെയിൽവേ ഗേറ്റൊക്കെ ഉണ്ട്. റെയിൽവേ ഗേറ്റും കഴിഞ്ഞ് നേരെ പോകുക. ചോദിച്ച് പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തോട്ട് പോകും. ചെങ്കോട്ട പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് 11 കിലോമീറ്ററാണ് ഇപ്പോൾ വരെയുള്ള ദൂരം കേട്ടോ. ഞാൻ കയറിയത് ഏകദേശം ഒരു 3 മണി സമയത്തായിരുന്നു. 3 മണിക്ക് കയറിയപ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു കേട്ടോ. കേരളത്തിൽ ഇത്രയും ചൂടില്ല. ഇവിടെ എത്തിയപ്പോൾ, തമിഴ്നാട് എത്തിയപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം ഫുള്ള് ചൂടാണ്, ഒന്നും പറയാനില്ല. ചെരുപ്പ് വിടാൻ പറ്റില്ല. നേരെ അവിടെ നിന്ന് കയറി താണ്ട് വേറൊരു സ്ഥലത്ത് തിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു കോവിലൊക്കെ ഉണ്ട്. ഇതൊരു ഗണപതി കോവിലാണ് കേട്ടോ. അങ്ങനെ 650 പടിയാണ് തിരുമലൈ കോവിലിലോട്ട് നടന്ന് കയറാനുള്ളത്. അപ്പോൾ നടന്ന് പാതി എത്തിയപ്പോൾ ഇവിടെ ഒരു ഗണപതിയുടെ ചെറിയൊരു കോവിലൊക്കെ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം. റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മുകളിലോട്ട് പോകാം. ഞാൻ അധികം റെസ്റ്റ് ചെയ്തില്ല, കാരണം കുറച്ച് ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടുന്ന് നടന്ന് മേലോട്ട് പോവുകയാണ് കേട്ടോ. നല്ല ഹൈറ്റുണ്ട്. എനിക്കാണെങ്കിൽ മൂക്കടയ്ക്കുന്നുണ്ട്. നല്ല കാറ്റുമുണ്ട്, ചെറുതായിട്ട് കാറ്റും അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത പടി ചവിട്ടി മേലോട്ട് പോവുകയാണ്. സൂപ്പർ വൈബാണ് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ വരികയാണെങ്കിൽ തിരുമല കോവിലിൽ ഭയങ്കര വൈബാണ്, നല്ല കാറ്റും. ഞാനൊരു 10 വട്ടമെങ്കിലും ഞാനിവിടെ വന്ന് കാണും. ഈ 10 വട്ടവും ഞാൻ ബൈക്കിലാണ് വന്നിരുന്നത്, കാറിലും ബൈക്കിലുമായിട്ട്. നടന്ന് ഞാൻ കയറിയിട്ടില്ല. ആദ്യമായിട്ടാണ് തിരുമല കോവിലിൽ നടന്ന് കയറുന്നത് കേട്ടോ. പാതി എത്തിയപ്പോഴത്തേക്കിന് തന്നെ തമിഴ്നാടിൻ്റെ പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. നല്ല ആയിപ്പുണ്ട്. അങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ടാസ്ക്കാണ് കേട്ടോ. ഇത്രയും 650 പടി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ 625 പടി എന്നാണ് പറഞ്ഞത്. താഴ്ന്ന് നോക്കിയപ്പോൾ, താഴ്ന്ന് ഞാൻ തിരക്കിയപ്പോൾ 650 എന്നൊക്കെ പറയുന്നത്. ഏതാണെന്നറിയില്ല, എന്തായാലും എണ്ണി നോക്കിയിട്ടില്ല. പിന്നെ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഒരു മേൽ ശിവകാമി അമ്മയ്യാർ എന്ന് പറയുന്ന ആളാണ് ഇത് പണി കഴിപ്പിച്ചത് കേട്ടോ. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ് കേട്ടോ. തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശി താലൂക്കിലാണ്, പൊൻപൊളി എന്ന സ്ഥലത്താണ് ഈ ഒരു കോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വന്നപ്പം ഒരു ചെറിയൊരു നമ്മളെ മേലോട്ട് കയറി വരുന്ന വഴിക്ക് ചെറിയൊരു കോവിലുണ്ട്. അത് ഇവിടുത്തെ ഒരു ദൈവമാണ്. ഇത് വേറെ ശിവനൊന്നുമല്ല, വേറെ എന്തോ ഒരു ദൈവമാണ് കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, തമിഴ് എഴുതി വെച്ചേക്കുന്നത് ഒന്നും മനസ്സിലായില്ല. എന്തായാലും പാതി എത്തിയപ്പോൾ തന്നെ തമിഴ്നാടിൻ്റെ ആ ഒരു പാതി സ്ഥലം ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കും. പൊൻപൊളി എന്ന് പറയുന്ന ആ സ്ഥലം മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തെങ്കാശി മിക്കവാറും ഉള്ള സ്ഥലങ്ങളെല്ലാം കാണാൻ സാധിക്കും തിരുമലൈ കോവിലിൽ. പിന്നെ കുറച്ചും കൂടെ മേലോട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മേക്കര ഡാമും ആ നിൽക്കുന്ന ഏരിയ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഇത് ഒരു റോഡാണ്. റോഡ് ഇങ്ങനെ കയറി ഇങ്ങനെ കറങ്ങിയാണ് വരുന്നത്. നമ്മൾ വണ്ടിയിൽ പോവുകയാണെങ്കിൽ 10 രൂപ 20 രൂപ റേറ്റ് അങ്ങോട്ടൊക്കെയാണ് വണ്ടിയുടെ പാർക്കിംഗ് ഫീസ് എന്ന് പറയുന്നത്. അത് മേലോട്ട് വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഫീസ് താഴെ അടച്ചിട്ട് വേണം മേലോട്ട് പോകാൻ. അതാണ് സെറ്റപ്പ്. അതുകൊണ്ടില്ല, ഇതൊരു വേറൊരു സ്ഥലമാണ്. അത് കയറി വരുന്ന വേറൊരു സ്ഥലമാണ്. ബൈക്കിംഗ് കൊണ്ടൊക്കെ നമുക്ക് മേലെ വരാം, സുഖമാണ്. ബൈക്കിന് 10 രൂപ അങ്ങോട്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ കണ്ടില്ലേ, ഇതൊക്കെ കേരള വണ്ടികളാണ്. ഇരിക്കുന്ന കേരളക്കാരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇത് നമ്മളിവിടെ വരികയാണെങ്കിൽ നല്ല മഴയൊക്കെ പെയ്ത് നല്ല ക്ലൈമറ്റുള്ള സമയത്ത് വരികയാണെങ്കിൽ തിരുമലൈ കോവിൽ വൻ വൈബാണ്. പിന്നെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വന്നാലും കിടിലാണ്. ഞാൻ ഒത്തിരി വട്ടം വന്നിട്ടുണ്ട്. ഞാനൊരു 10-15 വട്ടമെങ്കിലും വന്ന് കാണും. എനിക്ക് തന്നെ ഓർമ്മ കിട്ടണില്ല. ഇരിക്കുമ്പോൾ ഇവിടെ വരാൻ തോന്നും. ഇതാദ്യമായിട്ടാണ് ഈ പടിയവട്ടി, ഈ 625ഓളം പടിയവട്ടി മേലോട്ട് വന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. വൺ സെറ്റപ്പാണ് ഇതുപോലെ തന്നെ കുറേ സ്ഥലങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറേ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലെ. അതൊന്നും വലിയ റീച്ചൊന്നും ആയിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ കയറി കണ്ടു നോക്കുക. ലോങ് വീഡിയോ കുറേ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തമിഴ്നാട്ടിലെ മിക്കവാറും ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറേ സ്ഥലങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെല്ലാം നിങ്ങളൊന്ന് പോയി നോക്കുക, ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കുക, ഇഷ്ടപ്പെടും.
നല്ല ക്ലൈമറ്റുള്ള സമയങ്ങളിലൊക്കെ തമിഴ്നാട്ടിൽ തെങ്കാശി തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലൊക്കെ നല്ല ക്ലൈമറ്റുള്ള സമയത്തെ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ പോകും. കാരണം അല്ലെങ്കിൽ പഴുത്തു പോകും. കാരണം ഭയങ്കര ചൂടാണ് അടിക്കുന്നത്. ഇപ്പം തന്നെ ഈ 3 മണി സമയമാണ്, 3-3:30 സമയമാണ് ഞാനിപ്പോൾ കയറുന്നത്. ഇപ്പം തന്നെ നല്ല ചൂട് പുകഞ്ഞ് കയറുക. ഒന്നാമത് ചെരുപ്പ് ഇട്ടിട്ടില്ല, ചെരുപ്പ് ഇടാതെ കയറുകയാണ്. ഇപ്പം ഏകദേശം തിരുമലക്കോവിലിൻ്റെ ആ മുകളിൽ എത്താറായിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ തന്നെ കണ്ടില്ലേ, ഈ സൈഡിലൊക്കെ കണ്ടോ എന്തോരം ഇതാണ് കാഴ്ചയാണെന്നറിയോ. താഴോട്ട് നോക്കി കഴിഞ്ഞാൽ വൻ കാഴ്ചയാണ്. ഇപ്പം അമ്പലത്തിൻ്റെ ആ ഒരു ഏകദേശം മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ താഴെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ വണ്ടിയിൽ വരുന്നവർ താഴെ ചെരുപ്പിടുക, എന്നിട്ട് വേണം അമ്പലത്തിനകത്തോട്ട് കയറാൻ. പിന്നെ അമ്പലത്തിനകത്ത് മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. മൊബൈൽ ഒരു കാരണവശാലും നമ്മൾ ഇത് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഉപയോഗിക്കാൻ പറ്റില്ല. വെളിയിറങ്ങി വേണമെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാം. അങ്ങനെയുള്ള ഒരു അമ്പലമാണ് തിരുമലൈക്കോവിൽ. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇതാണ്. ഞാൻ കുറേ ഷോർട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ട് തിരുമലൈക്കോവിലിൻ്റെ. ഇപ്പം ഞാൻ വന്നപ്പോൾ ആൾക്കാരെ കുറവായിരുന്നു. വൈകുന്നേര സമയങ്ങളിൽ ഇപ്പോൾ ചൂടൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് ചൂട് സമയത്തൊന്നും ആരും വരില്ല. സീസൺ സമയങ്ങളിലൊക്കെ വരികയാണെങ്കിൽ സെറ്റപ്പാണ്. ഡിസംബർ സമയത്തൊക്കെ, ഈ ശബരിമല സീസൺ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. എപ്പോഴും ആൾക്കാരാണ് ഇവിടെ. അയ്യപ്പന്മാരിങ്ങനെ വന്നും പോയി നിൽക്കുകയാണ്. അതുകൊണ്ടില്ലേ, ഇതെല്ലാം അമ്പലത്തിൻ്റെ വെളിയിൽ മുകൾ ഭാഗത്ത് നിന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഈ എടുത്തേക്കുന്നത്. ഇത് അമ്പലത്തിൻ്റെ മുകളിലാണ്. എല്ലാ സൈഡും കാണാൻ സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അമ്പലത്തിൻ്റെ മുകളിലും താഴെ എല്ലാം നല്ല കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ അറിയുന്ന ടീംസൊക്കെ വരുവാണെങ്കിൽ ഈ അമ്പലത്തിൻ്റെയൊക്കെ കിടിലും വീഡിയോ നമുക്ക് എടുത്തുകൊണ്ട് പോകും. പിന്നെ അതുപോലെ കല്യാണം കഴിക്കുന്ന അവിടെ ഇതാണ് മേക്കര ഡാം. നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റും. മേക്കര ഡാമാണത്. പിന്നെ കല്യാണം കഴിക്കുന്നവരൊക്കെ ഇവിടെയൊക്കെ വന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഞാൻ അമ്പലത്തിനകത്ത് കയറി അമ്പലത്തിനകത്ത് നിന്ന് തിരിച്ച് ഇറങ്ങുകയാണ് കേട്ടോ. നമുക്ക് ഇതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം അത് പിന്നെ തമിഴ്നാട്ടിലെ കോളേജിലൊക്കെ കയറേണ്ടി വരും അകത്തൊക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ. വീഡിയോ ഒന്നും ഓണാക്കാൻ പറ്റില്ല. ബാഗും അവിടെ വെക്കാനൊക്കെ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പം ബാഗൊന്നും മേടിച്ച് വെച്ചില്ല. ഇത് എല്ലാം നമ്മൾ ബാഗിൽ തന്നെ വെക്കുക. ഫോണൊന്നും ഉപയോഗിക്കരുത്, അത് പിന്നെ വേറെ പണിയാവും. അതുകൊണ്ട് വെളിയിൽ ഇറങ്ങിയുള്ള വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ മതി. അമ്പലത്തിനുള്ളിൽ അതിനുള്ള പരിപാടിയൊന്നും വേണ്ട. ഇതാണ് അമ്പലത്തിൻ്റെ ആ ഫ്രണ്ട് സൈഡ്. കണ്ടില്ല, ഇത് കണ്ടോ എന്താ കിട്ടില്ല, വേലൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ തിരുമലൈ കോവിലിൻ്റെ. അങ്ങനെ തിരുമലൈ കോവിലിൻ്റെ ഒരു സൈഡിൽ കൂടെ ഞാൻ ഇങ്ങനെ മുമ്പോട്ട് വേണം കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ വേറൊരു വടക്കേ സൈഡാണ്. ഇത് ആ കുന്നൊക്കെ കണ്ടില്ലേ, അത് നമ്മളാ കുന്നെന്ന് പറയുന്നത് ആ കുന്നിങ്ങനെ കിടക്കുകയാണ്, ചെരുവുകൾ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇത് മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിൽ ആ കുന്നൊന്നും കാണാനേ സാധിക്കില്ല. കാരണം മഞ്ഞൊക്കെ കയറി നല്ല സെറ്റായിട്ടിരിക്കുന്ന ഭയങ്കര കാറ്റാണ് ആ സമയത്തൊക്കെ. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി അപ്പുറത്തെ വൈബാണ് ഈ തിരുമലൈ കോവിൽ എന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ കാറ്റ് ഒരു പ്രത്യേക വൈബാണ്. നമ്മളെ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റാണ് വരുന്നത്. കാരണം എന്ത് വൈബാണെന്നറിയുമോ, ഞാനൊരിക്കൽ വന്നപ്പോൾ തന്നെ വൈകുന്നേരം വന്നപ്പോൾ നല്ല മഴ പെയ്തു. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ. അപ്പം തിരിച്ചിറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടി. കാരണം അത്രയ്ക്ക് മഴയായിരുന്നു. കാറ്റും തണുപ്പും നല്ല കാലാവസ്ഥയായിരുന്നു. നമ്മളെ കേരളത്തിൽ നല്ല മഴ കിട്ടുന്ന സമയത്ത് ഈ ബോർഡറിലൊക്കെ നല്ല രീതിയിൽ തണുപ്പൊക്കെ കിട്ടും കേട്ടോ. അത് ഇവിടെ ഉള്ളവർ പറയുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മഴ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ നല്ല ക്ലൈമറ്റാണ്. അതുപോലെ നമ്മുടെ മേക്കര ഡാമിലോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഉണ്ട് കുറേ സ്ഥലങ്ങൾ. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. മേക്കര ഡാമിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ കുറേ വയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാനും നിങ്ങൾക്ക്, അതും ഈ മഴ സമയത്തോ അല്ലെങ്കിൽ ഈ തണുപ്പുള്ള സമയങ്ങളിലൊക്കെ പോയാലേ കാര്യമുള്ളൂ. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ വെറും പാടം എല്ലാം ഇത് കയറി കിടക്കുകയാണ് കേട്ടോ. ഇതൊരു ഭസ്മക്കുളമാണ്, തിരുമലൈ കോവിലിൻ്റെ സൈഡിലെ ഭസ്മക്കുളമാണ് കേട്ടോ. ഇതും വൈബ് പിടിച്ചൊരു സംഭവമാണ് കേട്ടോ. ഇവിടെയൊക്കെ എന്നാ സെറ്റപ്പാണെന്നറിയോ, ഇവിടെ വന്നിരിക്കാനും കാര്യങ്ങളും. ഈ സൈഡിൽ അങ്ങോട്ട് ബോട്ട് ചെല്ലുമ്പോൾ ഇതാ കണ്ടില്ലേ, അവിടെ ആലുണ്ട്. അവിടെ ഈ കുട്ടികളൊക്കെ ഉണ്ടാവാത്തവർ അവിടെ കൊണ്ട് തൊട്ടിലൊക്കെ കെട്ടിക്കൊണ്ട് അങ്ങനെ ഒരു നേർച്ചയും കാര്യങ്ങളൊക്കെ ഈ ആലിനകത്ത് ചെയ്യുന്നുണ്ട്. അതും സെറ്റപ്പാണ്. ഇവിടെ പിന്നെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുടെ ബഹളവും കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്ന് വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. തിരുമലൈ കോവിൽ ശാന്തമായിരുന്നു. ചില ദിവസങ്ങളിൽ ഒരു രക്ഷയില്ല, ഒന്നും പറയണ്ട കേട്ടോ, ഭയങ്കര തിരക്കാണ്. പിന്നെ ഈ വണ്ടിയൊക്കെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ വണ്ടിയാണ്. ചിലപ്പോൾ പോലീസുകാരുടെയോ അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നവരുടെ വണ്ടിയായിരിക്കും. അതാണ് ഇതിൻ്റെ മുകളിൽ വണ്ടി വന്നത്. നമ്മളെ വണ്ടിയെല്ലാം താഴെ ഇടുക, താഴെ ഇട്ടിട്ട് വേണം മേലോട്ട് വരാൻ. ഇത് കണ്ടില്ല, ഇതൊരു ചെറിയൊരു ആൽമരം, അതിൻ്റെ കീഴിലുള്ളൊരു ഇതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുമ്പോൾ അവിടെ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഒരു കോവിലുണ്ട്. അതും പടി ചവിട്ടി വേണം മേലോട്ട് പോകാൻ. പിന്നെ അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടോ, ഈ നല്ല കാറ്റുള്ള സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നല്ല സുഖമാണ് അവിടെ ഇരിക്കാനൊക്കെ. എൻ്റെ യൂട്യൂബ് തുടങ്ങിയ സമയം മുതൽ ഞാൻ ഈ ഒരു സ്ഥലത്ത് വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. തെങ്കാശി, തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിൻ്റെ മിക്കവാറും ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ. കാരണം കുറേ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങൾക്കും എല്ലാം കുറേ സ്ഥലങ്ങളുണ്ട്.
അതിലൊരു സ്ഥലമാണ് തെങ്കാശി. പൊൻപൊലിയിലുള്ള തെങ്കാശി എന്ന് പറയുന്നത്. പൊൻപൊലിയിലെ തെങ്കാശി അല്ല, ഈ തിരുമലൈക്കോവിൽ, അതാണ് കേട്ടോ. ഇനി നമുക്കൊരു ചായ കുടിക്കാമെന്ന് വെച്ച് മുമ്പോട്ട് പോവാണ്. ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. അവിടെ ചായക്ക് 10 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ചായയൊക്കെ കുടിക്കാം. ചായ, ഉഴുന്നുവട. ഞാൻ പിന്നെ ഉഴുന്നുവടയൊക്കെ നേരത്തെ കഴിച്ചിട്ടാണ് കയറിയത്. കാരണം പടിയോട്ട് മേലോട്ട് ചെല്ലുമ്പോൾ ഇനി കുഴഞ്ഞു വീഴുണ്ടെന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ ഒരു ഉഴുന്നുവടയും ചായയൊക്കെ അടിച്ചു. എന്തായാലും മേല് വന്നപ്പോൾ ഒരു ചായ കുടിക്കാതെ പോകുന്നത് മോശമല്ലേ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞാൻ താഴോട്ടിറങ്ങിയാണ്. പിന്നെ ഈ സൈഡിലൊക്കെ കണ്ടില്ല, ഇതെല്ലാം നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്നതിനെയാണ്. കാരണം ഈ രണ്ട് സൈഡിലും വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുകയാണ്. നമ്മൾ കുടിക്കുന്ന ചായ അതെല്ലാം കൊണ്ടുവന്ന് അവിടെ തന്നെ വേസ്റ്റ് ബോക്സ് ഉണ്ട്, അവിടെ വയ്ക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ തന്നെ ഇടുക. അങ്ങനെ തിരുമലൈക്കോവിലിൽ നിന്ന് തിരിച്ചിറങ്ങിയാണ്. അമ്പലത്തിൽ തൊഴുതു. ഇതെല്ലാം വൻ സെറ്റപ്പായിട്ടുള്ള സ്ഥലമാണ് ഇത്. മിക്കവാറും ഉള്ള വ്ളോഗേഴ്സ് എല്ലാം വണ്ടിക്കകത്ത് വന്ന് കയറി കറങ്ങിയിട്ട് പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്, വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ ഷോർട്ട് വീഡിയോ, പിന്നെ ലോങ് വീഡിയോ ആരും ഇങ്ങനെ ഇറങ്ങി കയറി എന്നുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അതിൽ ഇട്ടിട്ടുണ്ടോയെന്ന് അറിയാനും വയ്യ. അങ്ങനെ തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് ചെറിയൊരു ഇത് കണ്ടില്ല, ഇവിടെ ഇരിക്കാനുള്ള ഇത്, അവിടെയും വേസ്റ്റാണ് കണ്ടോ. ആ സൈഡിലെല്ലാം വേസ്റ്റ്. അവിടെ നമുക്ക് ഇരിക്കാനേ പറ്റില്ല. ഈ പറയുന്ന അമ്പലത്തിൻ്റെ ആൾക്കാർ പോലും ഇവിടെ വന്ന് വൃത്തിയാക്കിയൊന്നുമില്ല. ഇത് നമ്മൾ തന്നെ വേസ്റ്റ് ഉണ്ടാക്കി അവിടെ ഇരുന്ന് ചായ കുടിക്കുകയോ അല്ലെങ്കിൽ കഴിച്ചിട്ട് അവിടെ തന്നെ വേസ്റ്റ് എടുത്തിട്ട് അന്നേരം വലിയ ഒന്നും ചെയ്യരുത്. അതൊക്കെ വളരെ മോശമായിട്ടുള്ള പ്രവണതയാണ്. അപ്പം തമിഴ്നാട്ടിൽ വരുന്നവർ ഈ ഒരു സ്ഥലത്ത് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. വൈകുന്നേരങ്ങളിലോ രാവിലെ വരിക. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ അറിയാമല്ലേ, പുറം പൊള്ളിപ്പോവും, ഒരു രക്ഷയില്ല. വരുവാണെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്, അങ്ങനെയുള്ള സമയം നോക്കിയേ വരാവൂ. ഫ്രണ്ട്സ്, അങ്ങനെ താഴെ എത്തിയിരിക്കുകയാണ്. അപ്പം തിരുമലൈക്കോവിൽ വരുന്നവർ പിന്നെ ശരീരം ആവതുള്ളവർ കയറാൻ ശ്രമിക്കുക, നല്ലതാണ്. ഞാൻ നണ്ട കയറിയിട്ട് താഴെ ഇറങ്ങി. വലിയ ദൂരമൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല, പെട്ടെന്ന് കയറില്ല കേട്ടോ. ഇത്രയും പടിയുണ്ടെന്ന് നമുക്ക് ആദ്യമേ നമ്മൾ വിചാരിക്കും ഇത്രയും പടിയുണ്ടല്ലോ, നമുക്ക് കയറിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനൊന്നുമില്ല, സുഖമായിട്ട് കയറിയിട്ട് സുഖമായിട്ട് ഇറങ്ങാം. ഞാൻ നല്ലപ്പോൾ താഴെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് തമിഴ്നാടിൻ്റെ മറ്റ് ഭാഗങ്ങളിലെ ഫുഡിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗുഡ് ബൈ.